അമ്മച്ചി കാണാൻ പോവാണേ. സുന്ദരിയായിട്ടുള്ളതാണ് ശരിക്കും. ഞാൻ വരാം. ഹായ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് സിനിയും തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇയർ മുതലേ ഭയങ്കര കൂട്ടാണ്. ജസ്റ്റ് ഹായ് ബൈ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും നല്ലതായിട്ട് കൂട്ടാവും, നന്നായിട്ടൊരു മനസ്സിലാക്കി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടി ജിമ്മിൽ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതും ഞാൻ പറയുന്നത് ഒരു ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ പോകാൻ തുടങ്ങിയത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ജിം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ്. എനിക്ക് ഇതുവരെ ഞാൻ ജിമ്മിൽ പോയപ്പോൾ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ എപ്പോഴും കോൺടാക്റ്റിലും ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ജിം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക വികാരം തന്നെയാണ്. അത് അവിടെ മുതലാണ് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഗോ ടു ഡു ഒരു ട്രിപ്പ് പോയായിരുന്നു കോളേജിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കൂടുതൽ സമയം. അങ്ങനെ ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. സോ നന്നായിട്ട് മനസ്സിലാക്കാൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാക്കി. അപ്പം മുതലാണ് ഞാൻ നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയത് പുള്ളിക്കാരിയായിട്ട്. അപ്പോൾ സോ ആക്ച്വലി ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫോർ ഹർ. എൻ്റെ കല്യാണം ഞാൻ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ ഞാൻ ഫുള്ളി ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോ I hope she will be happy after seeing this video. And എനിക്ക് എല്ലാ മൊമെൻറ്റ്സും പറ്റുന്ന അത്രയും മൊമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വിൽ ഷോ യു. And I'm so happy for her because finally she find her soulmate. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എനിക്ക്. അതായത് എനിക്ക് വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മൊമെന്റ്സ് ഇനിയും നമ്മൾ വരത്തില്ല. ഇപ്പോൾ കോളേജ് കഴിഞ്ഞു ഒഫീഷ്യലി വരത്തില്ല. അപ്പം കല്യാണം കഴിഞ്ഞു, നമുക്ക് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും തിരക്കാം. ലെറ്റ്സ് സീ. Okay, bye. Hi guys. So, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് പാക്കൊക്കെ ചെയ്ത് ഒരു ബാഗിലുണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. സോ ഞാൻ പോവാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് സിനിയുടെ കല്യാണ ഡ്രസ്. Hi sweets, welcome to my vlog. അത് എനിക്കും ഇഷ്ടപ്പെട്ടത്. ഫുൾ നാണവാ സിനിയെ പോലെ അല്ലേ? നിന്റെ നാണം വണ്ടി ഓടിച്ച പോലെ കാണിക്കുന്നു. അമ്മച്ചി കാണാൻ പോവാണേ. അയ്യോ അങ്ങനത്തെ ഫോട്ടോഷൂട്ടൊക്കെ ഫ്ലിപ്പിംഗിലേക്ക് വെച്ചിട്ട് റോബൊക്കെ
ഒരു 9:30 നമുക്ക് റെഡി ആവണം. റെഡിയായി നമുക്ക് ഇനി വിവാഹം എവിടെ വെച്ച് അദ്ദേഹത്തിന്റെ സന്തോഷത്തോടെ കടന്നു വരുവാൻ പ്രാർത്ഥന നയിക്കുന്നതിനും അത് 10 രൂപ വേഗം വേഗം മാണോ പറയൂ. ഈ അവസരത്തിൽ എന്ത് പറയാൻ തോന്നുന്നു? സമാധാനം. മോശം പോകുന്ന ക്രിസ്പിയാണ് ആ പ്ലേറ്റ് എത്തി ഇത് കഴുകാത്ത പ്ലേറ്റോ?
സബ്സ്ക്രൈബ് ചെയ്യൂ ചേട്ടാ. ഒരു ഹായ് തരും. ചേട്ടാ ഈ ജോലി മതി 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 ചേട്ടൻ ഷർട്ടോ? പോസ്റ്റ് എൻഗേജ്മെന്റ് സീൻസ് ആണ് ഗൈസ്. അതെ. ഓരോ മൊത്തം പോയിക്കട്ടെ. എല്ലാരും ഒന്നിച്ചെടുത്തിട്ടില്ല. ഇത് ഒരേ സാധനം ആലോചിക്ക്. പല കളറോടെ പെട്ടു കേട്ടോ. സുമേഷിന്റെ കടയിലാണ് എടുത്ത്. അല്ല ചേട്ടൻ കുറച്ചുണ്ട്. ഇത് തന്നെ ആൾക്കാർ എടുത്തോണ്ട് പോയത് ഭയങ്കര കാരണം അത് രണ്ടുപേരെ കൊള്ളാം. നല്ലോണം തയ്ച്ചിട്ടാ. അങ്ങനെ സിനിയുടെ കല്യാണം എത്തി. അപ്പം ഞാനിന്ന് വെയർ ചെയ്യുന്നത് ഒരു മസ്റ്റാർഡ് ആയിട്ടുള്ള യെല്ലോ. കുറച്ചൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടി, നമ്മുടെ സിനിയുടെ കല്യാണമല്ലേ, അപ്പോൾ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടി മസ്റ്റാർഡ് എല്ലാ ഔട്ട്ഫിറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദ വെഡിങ്. ഇനി നമ്മൾ ചെക്കൻ വീട്ടിലോട്ട് പോവാം കല്യാണത്തിന്. ചിക്കൻ വീട്ടിലാണ് കല്യാണം. ഞങ്ങളവിടെ എത്തി. ചെന്നപ്പോൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. നല്ല ഭംഗിയുണ്ട് സിനിമ കാണാൻ. ഔട്ട്ഫിറ്റും അടിപൊളിയായിട്ടുണ്ട്. ഐ ലവ് ഇറ്റ്.